മാന്യ കുടുംബ ബന്ധുക്കൾക്ക് എൻ്റെ പ്രണാമം. ഭാരതീയ ജീവിത വീക്ഷണം എന്ന് പറയുന്നത് മറ്റ് ഏത് സംസ്കാരത്തിൻ്റെയും മറ്റ് ഏതെല്ലാം മതങ്ങളുടെയും വീക്ഷണങ്ങളെടുത്താലും ആ വീക്ഷണങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു വീക്ഷണമാണ് സനാതനധർമ്മത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക ജീവിത രീതിയോ ക്രൈസ്തവ ജീവിത രീതിയോ മറ്റ് സെമറ്റിക് മതങ്ങളുടെയോ മറ്റ് സംസ്കാരങ്ങളുടെയോ ജീവിത രീതിയും ഗ്രന്ഥങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഭാരതീയ സനാതന ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ജീവിത രീതിയോടും വീക്ഷണത്തോടും ചിന്തകളോടും താരതമ്യം ചെയ്യാനേ പറ്റില്ല. ഒരു കമ്പാരറ്റീവ് സ്റ്റഡി സാധിക്കുകയില്ല. ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ശരിയും തെറ്റും പാപവും പുണ്യവും സ്വർഗവും നരകവുമെല്ലാം പ്രകൃതി നമ്മളുടെ പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് തരുന്നതാണ്. മറ്റു മതങ്ങളിലെ ശരിയും തെറ്റും സ്വർഗവും നരകവും പാപവും പുണ്യവുമെല്ലാം തീരുമാനിക്കുന്നത് ദൈവമാണ്. ഇപ്പം ദൈവത്തിൻ്റെ ശിക്ഷയാണ് നരകം, ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് സ്വർഗം. ഭാരതത്തിൽ ദൈവം സാക്ഷിഭാവത്തിൽ നിൽക്കുന്ന ഒരു ചൈതന്യം മാത്രമാണ്. അതേസമയത്ത് പ്രകൃതി ഓരോ മനുഷ്യനും ചെയ്ത നന്മകളും തിന്മകളും അനുസരിച്ച് whenever the system in equilibrium is disturbed, the system will adjust itself in such a way that effect of the disturbance is nullified എന്ന് സ്കൂളുകളിലും കോളേജുകളിലും ലീ ഷാറ്റലിയർ പ്രിൻസിപ്പിൾ പഠിച്ചിട്ടുണ്ട്. The system will adjust itself എന്നുള്ളതാണ്. ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ധർമ്മത്തെ നിലനിർത്താനായിട്ട് അധർമ്മത്തെ ഇല്ലാതെയാക്കാനായിട്ട് തെറ്റുകളെ ഇല്ലാതെയാക്കാനും ശരികളെ നിലനിർത്താനും വേണ്ടിയിട്ട് കാലാകാലങ്ങളിൽ പ്രകൃതി അതിൻ്റേതായിട്ടുള്ള റോള് അഭിനയിക്കും. അപ്പോൾ തെറ്റും ശരിയും സ്വർഗവും നരകവും അതിൻ്റെ നന്മകളും തിന്മകളുമെല്ലാം ചെയ്യുന്ന മനുഷ്യനെ മാറ്റാൻ വേണ്ടിയിട്ടുള്ളതാണ് ഭാരതീയ ചിന്താധാരകൾ. ഇപ്പോൾ ഈ മനുഷ്യനിൽ 5 പോയിന്റുകളാണുള്ളത്. മനുഷ്യനെ നന്മയിലേക്ക് കൊണ്ടുപോകാൻ, നന്മയിലേക്ക് കൊണ്ടുപോകുന്ന വഴിയിൽ വിലയിരുത്താൻ, മനുഷ്യൻ്റെ നന്മ, മനുഷ്യൻ്റെ സ്വർഗം, മനുഷ്യൻ്റെ പാപം, ഇതെല്ലാം ഈ ലോകത്തിലെ ഏത് പ്രവൃത്തിയെയും ഒരു മനുഷ്യൻ ജനിക്കുന്നത് മുതൽക്ക് മരിക്കുന്നത് വരെയുള്ള കാലഘട്ടത്തിൽ ഡി ഓഫ് ബിയുടെയും ഡി ഓഫ് ഡിയുടെയും ഇടയ്ക്ക്, ഡേറ്റ് ഓഫ് ബർത്തിൻ്റെയും ഡേറ്റ് ഓഫ് ഡെത്തിൻ്റെയും ഇടയ്ക്ക് ആ മനുഷ്യൻ്റെ ജീവിതം സ്വർഗീയ സുഖമുള്ളതാക്കാൻ, ആ മനുഷ്യൻ്റെ ജീവിതം നരകതുല്യമാക്കാതിരിക്കാൻ, ആ മനുഷ്യൻ്റെ ജീവിതം യൂസ്ഫുൾ, ഫ്രൂട്ട്ഫുൾ, പീസ്ഫുൾ, പർപ്പസ്ഫുൾ ആൻഡ് മീനിങ്ഫുൾ ആക്കാൻ പുറമേ നിന്ന് ദൈവമല്ല അനുഗ്രഹിക്കേണ്ടത്, അയാളിൽ തന്നെ ഉള്ള മനസ്സിൻ്റെ വീക്ഷണം മാറ്റാവേണ്ടത്. അപ്പോൾ ശാരീരികമായ മാറ്റങ്ങൾ കൊണ്ട്, ഭൗതികമായ മാറ്റങ്ങൾ കൊണ്ട് ടെമ്പററി ആയിട്ടുള്ള മാറ്റമേ ഉണ്ടാവുള്ളൂ. ആ ശാരീരികമായ മാറ്റം അത് നിരന്തരം ഇപ്പോൾ ശിശു ആയി ജനിച്ചു, ബാലനായി വളർന്ന് കൗമാരനായി പ്രായത്തിൽ പോയി, പിന്നെ യൗവനത്തിലെത്തി, വാർദ്ധക്യത്തിലെത്തി, ഇത് മാറിക്കൊണ്ടിരിക്കുമ്പോഴും അകത്തുള്ള മനസ്സ് ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി അനുസരിച്ചിട്ട് ഉയരുകയല്ലാതെ മാറുന്നില്ല. മനസ്സ് മാറുന്നില്ല. ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി അനുസരിച്ച് മനസ്സിന് ഉൾക്കൊള്ളാൻ സാധിക്കുന്ന കണ്ടന്റുകളുടെ ലെവല് കൂടുന്നു എന്നേ ഉള്ളൂ. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കാം, ഭാരതത്തില് ജീവിത വീക്ഷണം ഇത്രയും ആചാരങ്ങള്, വിചാരങ്ങള്,
വിശ്വാസങ്ങള്, സങ്കല്പങ്ങള്, ഗ്രന്ഥങ്ങള്, സന്ദേശങ്ങള്, അനുഭവങ്ങള്, കഥകള് ഇവയെല്ലാം എഴുതിയത് മനസ്സിൽ മാറ്റം വരുത്താനാണ്. അപ്പോ നമ്മുടെ മനസ്സിൽ മാറ്റം വരുത്താന്ന് വെച്ചാൽ ബാഡ് മൈൻഡ് ടു ഗുഡ് മൈൻഡ് ആക്കുക. അപ്പോ മനസ്സിൽ നിന്ന് വരുന്ന ചിന്തകള് ബാഡ് തോട്ട്സ് ഗുഡ് തോട്ട്സ് ആവും. അപ്പൊ ബാഡ് ആക്ഷൻ ഗുഡ് ആക്ഷൻ ആവും. ഇപ്പൊ ബാഡ് റിസൾട്ട് ഗുഡ് റിസൾട്ട് ആവും. ബാഡ് റിവാർഡ് ഗുഡ് റിവാർഡ് ആവും. അപ്പൊ മനുഷ്യ മനസ്സിൽ മാറ്റം വരുത്തിയാൽ ആ മനസ്സ് ശരീരത്തെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന പ്രവൃത്തിയിൽ മാറ്റം ഉണ്ടാവും. അപ്പൊ ശരീരത്തിൽ മാറ്റം വരുത്തുന്നതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് മനസ്സിൽ മാറ്റം വരുത്തുക. ഇപ്പൊ മനസ്സിൽ മാറ്റം വരുത്തുക എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ വേദങ്ങളിൽ പ്രാർത്ഥിക്കാറുണ്ട്, അസതോമാ സദ്ഗമയ തമസോമാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഇപ്പൊ ഈ മനസ്സിൽ മാറ്റം വരുത്തുകയാണെങ്കിൽ എ ബാഡ് മൈൻഡ് അതിനെ ഗുഡ് മൈൻഡ് ആക്കിയാൽ നമുക്ക് ആ മനസ്സ് നല്ല മനസ്സാവും. അപ്പൊ നല്ല മനസ്സിന് നമ്മൾ സന്മനസ്സ് എന്ന് പറയും. അതിൽ നിന്ന് വരുന്ന ചിന്തകൾക്ക് സത്ത് ചിന്തകൾ എന്ന് പറയും. അതിൽ നിന്ന് വരുന്ന ചിന്തകളുടെ അടിസ്ഥാനത്തിലുള്ള കർമ്മങ്ങൾക്ക് സത്കർമ്മങ്ങൾ എന്ന് പറയും. ആ സത്കർമ്മങ്ങളിൽ നിന്ന് വരുന്ന കർമ്മബലം സത്കർമ്മബലം എന്ന് പറയും. അതിൻ്റെ പ്രതിഫലം സത്കർമ്മ പ്രതിഫലം എന്ന് പറയും. ഇപ്പൊ സന്മനസ്സ്, സത്ചിന്തകൾ, സത്കർമ്മങ്ങൾ, സത്കർമ്മ ഫലങ്ങൾ, സത്കർമ്മ പ്രതിഫലങ്ങൾ. സന്മനസ്സ്, സത്ചിന്തകൾ, പുണ്യകർമ്മം, പുണ്യം, സ്വർഗം. അപ്പൊ ഈ സ്വർഗത്തിന്റെ ക്രിയേഷൻ ദൈവമല്ല എന്ന് ക്ലിയറാ. സ്വർഗം ദൈവം തരുന്നതല്ല. ദൈവത്തിന് ഇഷ്ടപ്പെട്ട ആൾക്ക് തരുന്നത് സ്വർഗം, ദൈവത്തിന് ഇഷ്ടപ്പെടാത്ത ആൾക്ക് തരുന്നത് നരകം എന്ന സെമറ്റിക് മതങ്ങൾ, ബൈബിളും ഖുറാനും ക്രിസ്ത്യൻ ചിന്താധാരയും അതുപോലെ മുസ്ലിം ചിന്താധാരയും ഹിന്ദു ചിന്താധാരയിൽ നിന്ന് അടിമുടി ഓപ്പോസിറ്റ് ആയിരിക്കുന്നത് ഇവിടെയാ. അതായത് സന്മനസ്സ്, മനസ്സിനെ നന്നാക്കിയാൽ സന്മനസ്സായി. മനസ്സ് നന്നായാൽ ഓട്ടോമാറ്റിക്കലി അതിൽ നിന്ന് വരുന്ന ചിന്തകൾ സത്ചിന്തകളാവും. നല്ല ചിന്തകളുള്ള വ്യക്തിക്ക് ദുഷ്കർമ്മം ചെയ്യാൻ സാധിക്കില്ല. അയാൾ സത്കർമ്മമായിരിക്കും ചെയ്യുക. അപ്പൊ എന്ത് സത്കർമ്മം ചെയ്താലും ഫോർ എവറി ആക്ഷൻ ദർ ഈസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. മാത്രമല്ല സത്കർമ്മം ചെയ്താൽ മലയാളത്തിൽ പറയാറുണ്ട്, താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുകെന്നേ വരൂ. അപ്പൊ സത്കർമ്മം ചെയ്താൽ കർമ്മത്തിന്റെ ബലം എങ്ങനെയായിരിക്കും? സത്കർമ്മ ബലം. അപ്പൊ അതിന്റെ പ്രതിഫലം എന്തായിരിക്കും? സത്കർമ്മത്തിന്റെ പ്രതിഫലം. ഇപ്പൊ സന്മനസ്സ്, സത്ചിന്തകൾ, സത്കർമ്മങ്ങൾ, സത്കർമ്മ ഫലങ്ങൾ, സത്കർമ്മ പ്രതിഫലങ്ങൾ. സത്കർമ്മങ്ങൾക്ക് പുണ്യകർമ്മമെന്നും സത്കർമ്മ ഫലത്തിന് പുണ്യമെന്നും സത്കർമ്മ പ്രതിഫലത്തിന് സ്വർഗമെന്നും നമ്മൾ പറയുന്നു. ഇത് തന്നെയാ നരകത്തിൻ്റെയും അപ്രോച്ച്. ദുഷ്കർമ്മം അതിനെ പാപകർമ്മം എന്ന് പറയുന്നു. ദുഷ്കർമ്മ ഫലത്തെ പാപം എന്ന് പറയുന്നു. ദുഷ്കർമ്മ പ്രതിഫലത്തെ നരകം എന്ന് പറയുന്നു. അപ്പൊ നമുക്ക് നാമേ പണിവത് നാഗം നരകവും അതുപോലെ. അപ്പൊ ഭാരതീയ ആചാരങ്ങളും വിചാരങ്ങളും ഗ്രന്ഥങ്ങളും സങ്കല്പങ്ങളും എല്ലാം എന്തിനാ ഉണ്ടാക്കിയിരിക്കുന്നത്? ബൈബിള്, ഖുറാൻ, മുസ്ലിമിൻ്റെയും ക്രിസ്ത്യാനിയുടെയും ഗ്രന്ഥം ഒന്നേ ഉള്ളൂ. ഭാരതത്തിൽ ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങള്, ആയിരക്കണക്കിന് ആചാര്യന്മാര് ആയിരക്കണക്കിന് വിഷയങ്ങളിൽ കഴിഞ്ഞ ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് എഴുതി. എന്തിനാ എഴുതി അറിയോ? ഞാൻ ഇപ്പൊ നിങ്ങളോട് പറഞ്ഞു, മനസ്സിനെ നന്മയിലേക്ക് കൊണ്ടുപോകാനാണ് ഭാരതീയ ഗ്രന്ഥങ്ങളും വീക്ഷണങ്ങളും. അപ്പോ ഒരു ശിശുവിൻ്റെ മനസ്സല്ല ബാലന്റെ മനസ്സ്, ബാലന്റെ മനസ്സല്ല ഒരു കുമാരന്റെ മനസ്സ്, കുമാരന്റെ മനസ്സല്ല ഒരു യുവാവിന്റെ മനസ്സ്, യുവാവിന്റെ മനസ്സല്ല ഒരു മിഡിൽ ഏജ്ഡ് വ്യക്തിയുടെ മനസ്സ്. അതിൽ നിന്ന് വ്യത്യാസമുണ്ട് വാർദ്ധക്യത്തിലെത്തുമ്പോഴുള്ള മനസ്സ്. അപ്പോൾ വളരെ ഗഹനമായിട്ട് ഒന്ന് ചിന്തിച്ചു നോക്കുക. ഒരു ചെറിയ കുട്ടിക്ക്, ഒരു ബാലന് കൊടുക്കുന്ന സന്ദേശം ഒരു വൃദ്ധന് കൊടുത്താൽ ശരിയാവുമോ? അല്ലെങ്കിൽ ഒരു 10 വയസ്സായിട്ടുള്ള കുട്ടിക്ക് കൊടുക്കുന്ന സന്ദേശം 50 വയസ്സായിട്ടുള്ള കുട്ടിക്ക് കൊടുത്താൽ ശരിയാവോ? 50 വയസ്സായിട്ടുള്ള വ്യക്തിക്ക് കൊടുത്താൽ ശരിയാവുമോ? അല്ലെങ്കിൽ 4ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന പാഠം അതെടുത്ത് MA കാരന് കൊടുത്തു കഴിഞ്ഞാൽ ശരിയാവുമോ? ലോവർ ലെവലിലുള്ള കഥകൾ ഹയർ ലെവലിൽ ആപ്ലിക്കബിൾ ആണോ? ലോവർ ലെവലിലുള്ള മെസ്സേജുകൾ ഹയർ ലെവലിലുള്ള വ്യക്തികൾക്ക് ആപ്ലിക്കബിൾ ആണോ? ലോവർ ലെവലിലേക്ക് പറഞ്ഞു കൊടുക്കുന്നതായിട്ടുള്ള എക്സ്പീരിയൻസുകൾ, അനുഭവങ്ങൾ
അതേപോലെ MA പഠിച്ചവന് പറഞ്ഞു കൊടുത്താൽ എങ്ങനെ ഇരിക്കും? വ്യത്യാസമുണ്ട്. വളരെ സിമ്പിളാണ് ലോജിക്ക്. അതായത് ഭാരതീയ പൈതൃകത്തിൽ ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങള്, ആയിരക്കണക്കിന് ആചാര്യന്മാര്, ആയിരക്കണക്കിന് വിഷയങ്ങളില് കഴിഞ്ഞ ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് എഴുതിയത് ബൈബിൾ എഴുതിയതുപോലെ അല്ല, ഖുർആൻ എഴുതിയതുപോലെ അല്ല. ഈ ബൈബിളിന്റെയും ഖുർആന്റെയും പ്രത്യേകത എടുത്തെടുത്ത് ഞാൻ പറയാൻ കാരണം അവര് രണ്ടുപേരുമാണ് അത് ഫോളോ ചെയ്യുന്ന രണ്ട് വിഭാഗം ജനതയാ. ഹിന്ദു ധർമ്മത്തിന്റെ നന്മകള് ആരും അറിയാതെ എടുക്കുകയും ചെയ്യും, ഹിന്ദുക്കളെ നിരന്തരം വിമർശിച്ചുകൊണ്ടിരിക്കും. അടുത്ത കാലത്ത് ഒരു അമ്പലത്തിൽ ഉത്സവം നടന്നപ്പോ ഒരു പാസ്റ്റർ അവിടെ നോട്ടീസ് വിതരണം ചെയ്തു, ഹിന്ദുക്കള് സാത്താന്മാരെ ആരാധിക്കുന്നതെന്ന്. ഈ MM അക്ബർ എന്ന് പറയുന്ന ആളും സക്കീർ നായിക് എന്ന് പറയുന്ന ആളും പല സ്ഥലത്തും ഹിന്ദു വിശ്വാസങ്ങളെ എതിർക്കുമ്പോൾ ധാരാളം ഹിന്ദുക്കളെ ഇങ്ങോട്ട് വിളിച്ച് ചോദിക്കാറുണ്ട്, ഇയാൾ ഇങ്ങനെ പറഞ്ഞു, ഇത് ശരിയാണോ സാറേ? ആരെന്ത് പറഞ്ഞു എന്നുള്ളതിന് മറുപടി കൊടുക്കാൻ ഞാൻ നിൽക്കുകയാണെങ്കിൽ ആയിരക്കണക്കിന് ആൾക്കാർ പലതും പറയുന്നുണ്ടാവും. അതിനൊക്കെ മറുപടി കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ സമയത്തിന്റെ ദൗർലഭ്യം ഉണ്ടല്ലോ ഇല്ലേ? അതുകൊണ്ട് എന്താ ചെയ്യാം, ആദ്യം നമ്മളൊന്ന് മനസ്സിലാക്കാം, നമ്മുടെ ചിന്തകള്, നമ്മുടെ ബുദ്ധി, നമ്മുടേതായിട്ടുള്ള വിവേകം, ബുദ്ധിയും ചിന്തയും വിവേകവും ലോകത്തിൽ ആർക്കും അടിയറ വെക്കാതിരിക്കാം. എന്നിട്ട് ചിന്തിച്ചു നോക്കാം, എന്തുകൊണ്ട് ഭാരതീയര് പുരാണ കഥകൾ എഴുതി. പുരാണ കഥകളെ ഇതിനെക്കുറിച്ച് ഞാൻ കുറച്ച് മുമ്പ് 2 ദിവസം മുമ്പ് ഞാൻ പറഞ്ഞതാ. പുരാണ കഥകള് ചരിത്രങ്ങളല്ല, ചരിത്ര വസ്തുതകൾ ചിലപ്പോൾ ഉണ്ടായേക്കാം, അത് കഥയാ. ആ കഥ കേട്ട് മനസ്സിൽ മാറ്റം വരുത്തണം. അപ്പോൾ ലോവർ ഗ്രേഡിലുള്ള വ്യക്തികൾക്ക്, എന്നെയും നിങ്ങളെയും പോലെയുള്ള സാധാരണക്കാരായ വ്യക്തികൾക്ക്, ഇന്റലക്ച്വൽ കപ്പാസിറ്റി വളരെ ഉയരാത്ത വ്യക്തികൾക്ക്, വളരെയധികം വിസ്ഡം ജനറേറ്റ് ചെയ്യാത്ത വ്യക്തികൾക്ക് കഥകളിലൂടെ മനുഷ്യ ജീവിതത്തെ, നമ്മൾ നിരന്തരം ചെയ്യുന്ന കർമ്മത്തെ നന്മയിലേക്ക് കൊണ്ടുപോകലായി എളുപ്പം. കഥകൾ കേൾക്കലാ എളുപ്പം, എല്ലാവർക്കും കഥകൾ കേൾക്കലാ ഇഷ്ടം. അതുകൊണ്ട് ഭൂരിഭാഗം വരുന്ന ജനതയ്ക്ക് ഈ ജീവിതത്തെ നന്മയിലേക്ക് കൊണ്ടുപോകാൻ, മനസ്സിനെ തിന്മയിൽ നിന്ന് നന്മയിലേക്ക് കൊണ്ടുപോയി ചിന്തകളെയും കർമ്മത്തെയും കർമ്മബലത്തെയും നന്മയിലേക്ക് കൊണ്ടുപോകാൻ അയാളുടെ മനസ്സ് മാറ്റണം. ആ മനസ്സ് മാറ്റണമെങ്കിൽ അയാളുടെ ഇന്റലക്ച്വൽ കപ്പാസിറ്റി എവിടെയാ നിൽക്കുന്നത് എന്നറിയണം. സാധാരണക്കാരനാണെങ്കിൽ അയാൾക്ക് കഥകളിലൂടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനാണ് 18 പുരാണങ്ങളും 18 ഉപപുരാണങ്ങളും എഴുതിയിരിക്കുന്നത്. അപ്പൊ ഓർമ്മിക്കുക, പുരാണങ്ങൾ എഴുതിയിരിക്കുന്നത് ഇന്റലക്ച്വലി ലോവർ ലെവലിലുള്ള വ്യക്തികളെ അവരുടെ മനസ്സിൽ മാറ്റം വരുത്താനാ. അതിൻ്റെ മുകളിലുള്ള ലെവല് മഹാഭാരതം എന്ന് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറയുകയുണ്ടായി. അതില് ഇന്റലക്ച്വലി അല്പം കൂടി ഉയർന്ന വ്യക്തികൾക്ക് വേണ്ടിയിട്ടുള്ളതാ. ഈ പുരാണ കഥകളെ കേട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി മനസ്സിനെ ഉയർത്താൻ സാധിച്ച, ചിന്തകളെ ഉയർത്താൻ സാധിച്ച്, കർമ്മത്തെ ഉയർത്താൻ സാധിച്ച്, കർമ്മബലത്തെ ഉയർത്താൻ സാധിച്ചാൽ വളരെ ഗംഭീരായി. അടുത്ത കാലത്ത് ഹരിപ്പാട് ഞാൻ ഒരു യാത്രയ്ക്ക് പോയപ്പോൾ ഹരിപ്പാട് അമ്പലത്തിലെ പ്രഭാഷണം കേട്ട്, ഹരിപ്പാട് അമ്പലത്തിൽ തൊഴുത് വഴിപാട് നടത്തിയ ആ വ്യക്തികള് പുറത്ത് വന്ന് ഇന്ത്യൻ കോഫി ഹൗസിൽ നിന്ന് ചിക്കൻ ബിരിയാണിയാണ് കഴിക്കുന്നത്. അപ്പൊ ആ അമ്പലത്തിൽ പോയി വന്നതിൻ്റെ ഒരു റിസൾട്ട് അവരുടെ പ്രവൃത്തിയിലില്ല. ആ പരിശുദ്ധി അമ്പലത്തിന്റെ 4 മതിൽക്കകത്ത് കയറിയപ്പോൾ മാത്രമേ ഉള്ളൂ. പുറത്ത് വന്നപ്പോൾ അതിരാവിലെ അവർക്ക് കഴിക്കണമെന്ന് തോന്നിയത് ചിക്കൻ ബിരിയാണിയാണ്. ആലോചിച്ച് നോക്കാം. അപ്പോൾ എഫിഷ്യൻ്റ് ആയിട്ട് അമ്പലത്തിലേക്ക് പോയി, എഫക്റ്റീവായിട്ട് അമ്പലത്തിലേക്ക് പോയതിൻ്റെ റിസൾട്ട് കിട്ടിയില്ല. അപ്പം മനസ്സിൽ മാറ്റം വരുത്താൻ പുരാണങ്ങൾ കേട്ടാൽ മാത്രം പോരാ, കഥകൾ കേട്ടാൽ മാത്രം പോരാ, അത് ജീവിതത്തിൽ പകർത്താൻ പാകത്തിന് ചിന്തകളിലും പ്രവൃത്തിയിലും മാറ്റം വരണം. അല്ലെങ്കിൽ ഏത് വേദം വായിച്ചുകൊണ്ട് പ്രയോജനമില്ല. അപ്പൊ ഈ മഹാഭാരതത്തിന്റെ ലെവൽ, ഈ ബൈബിളും ഖുറാനും ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞ പോലെ ഒരു മുക്കുവനും ഒരു ചെത്തുതൊഴിലാളിക്കും, ഒരു പറമ്പിൽ പണിയെടുക്കുന്ന ആൾക്കും, ഒരു ക്ലർക്കിനും, ഒരു ഹെഡ് ക്ലർക്കിനും, ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റിനും, ഒരു IAS കാരനും, ഒരു MD ഡോക്ടർക്കും, ഒരു MTech എഞ്ചിനീയർക്കും, ഒരു ജ്ഞാനപീഠം അവാർഡ് വാങ്ങിച്ച ആൾക്കും ക്രിസ്ത്യാനിയിൽ ഒരൊറ്റ പുസ്തകമേ ഉള്ളൂ. ജ്ഞാനപീഠം അവാർഡ് വാങ്ങിച്ച
ആരാധ്യനായ ONV കുറുപ്പിനും തകഴി ശിവശങ്കരപിള്ളയ്ക്കും MT വാസുദേവൻ നായർക്കും ഉള്ള അതേ പുസ്തകമാണ് നിർഭാഗ്യവശാൽ തെങ്ങ് കയറ്റ തൊഴിലാളിക്കുള്ളത്. അവരുടെ രണ്ടുപേരുടെയും മാനസികമായിട്ടുള്ള ലെവല്, ഇന്റലക്ച്വൽ കപ്പാസിറ്റി നോക്കുക, എത്ര വ്യത്യാസമുണ്ട്. ആ ഇന്റലക്ച്വൽ കപ്പാസിറ്റിയിലെ വ്യത്യാസം മനസ്സിലാക്കാതെയാണ് ഒരൊറ്റ പുസ്തകമല്ലാതെ വേറൊരു പുസ്തകം നിങ്ങൾ വായിക്കരുതെന്ന് ക്രിസ്ത്യാനികൾ പറയുന്നത്. എന്തൊരു അബദ്ധ. മുസ്ലിങ്ങൾക്കും ഒരു ഖുർആൻ മാത്രമേ ഉള്ളൂ. അത് ഇറച്ചി വെട്ടി വിൽക്കുന്ന വ്യക്തിക്കും ചെത്തു തൊഴിലാളിക്കും കള്ള് വ്യവസായിക്കും ഡ്രൈവർക്കും അവരൊക്കെ മോശമാണെന്നല്ല പറഞ്ഞത്. അവരുടെ ഇന്റലക്ച്വൽ കപ്പാസിറ്റി ഒരു ജ്ഞാനപീഠം അവാർഡ് വാങ്ങിച്ച ആളുടെ ലെവലല്ല. അപ്പൊ അവർക്ക് ജ്ഞാനപീഠം അവാർഡ് വാങ്ങിച്ച വ്യക്തിക്കും ഇവർക്കും ഒരേ പുസ്തകം വായിക്കാൻ കൊടുത്താൽ എങ്ങനെ ഇരിക്കും? എന്തൊരു അബദ്ധമായിരിക്കും, വെറുതെ അന്ധവിശ്വാസമായിരിക്കും. ഇതൊരൊറ്റ കാരണം കൊണ്ടാണ് അമേരിക്കക്കാള് ബൈബിള് പുച്ഛിച്ച് തള്ളിയത്. അമേരിക്കയില് ഖുർആൻ വായിക്കുന്നവര് ഇപ്പൊ റീസെന്റ് ആയിട്ട് കൺവെർട്ട് ചെയ്ത മുസ്ലിങ്ങളെ ഉള്ളൂ, വേറെ ആരും വായിക്കില്ല. കാരണം ഒരു സയന്റിഫിക്കലി ആൻഡ് ടെക്നോളജിക്കലി ഡെവലപ്ഡ് രാഷ്ട്രമായ അമേരിക്ക, ഇംഗ്ലണ്ട്, കാനഡ, യൂറോപ്പ്, അവിടെ കുറെ കഥകൾ പറഞ്ഞു കൊടുത്ത് ആദത്തിൽ നിന്ന് അവയുടെ വാരിയിൽ നിന്ന് ഉണ്ടാക്കി, ആദത്തിനും അവയ്ക്കും കായീനുണ്ടായി. അപ്പൊ 3 പേരേ ഉള്ളൂ. കായീൻ വിവാഹം കഴിച്ചു. അപ്പൊ ആ പെണ്ണ് എവിടെ നിന്നാണ് അത് ചോദിക്കില്ലേ? എങ്ങനെയും ശരിയാവുക? ദൈവം കന്യാമറിയത്തിൽ ഗർഭം ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ വിവരമുള്ള ആരെങ്കിലും വിശ്വസിക്കോ? യേശു ക്രിസ്തു കുരിശില് മരിച്ചു, പിന്നെ ഉയർത്തെഴുന്നേറ്റു. മരിച്ച ആളെങ്ങനെയാ ഉയർത്തെഴുന്നേറ്റ? സയന്റിഫിക്കലി അത് ലോജിക്കാണ്. കഥയിൽ അതൊക്കെ ആവാം. കഥയിൽ ഇതെല്ലാം കായീൻ ഉണ്ടായി, കായീൻ വിവാഹം കഴിച്ചു, ആബേൽ ഉണ്ടായി, ആബേൽ വിവാഹം കഴിച്ചു, എഫ്രൈൻ ഉണ്ടായി. അതൊക്കെ കഥയിലൂടെ പറഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷെ അത് സത്യവേദ പുസ്തകമാണെന്നും അത് ഒറിജിനൽ ആണെന്നും അതാണ് യഥാർത്ഥത്തിൽ ചരിത്രമെന്നും പറഞ്ഞാലാണ് അബദ്ധം വരുന്നത്. അപ്പൊ ഒന്ന് ആലോചിക്കുക, പുരാണത്തിന്റെ ലെവലിൽ നിന്ന് ഇതിഹാസത്തില് മഹാഭാരതത്തിന്റെ ലെവലിലേക്ക് ഉയർന്നവർക്കാണ് മഹാഭാരതം വായിക്കാൻ പറഞ്ഞിരിക്കുന്നത്. മഹാഭാരതം വായിക്കരുതെന്നല്ല, വായിച്ചാൽ അതിനകത്ത് കഥകളിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നവർക്ക് മഹാഭാരതത്തിൽ കഥകളുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ പാണ്ഡവരുടെയും കൗരവരുടെയും ഭീഷ്മരുടെയും അനുഭവങ്ങളിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നവർക്കേ അത് പ്രയോജനപ്പെടുള്ളൂ. അല്ലാത്തവർക്ക് കഥകൾ തന്നെ വേണം. പിന്നെ സന്ദേശങ്ങളുണ്ട്. നമ്മളിപ്പോൾ ഒരാളെ സാധാരണക്കാരൻ, എൻ്റെ വീട് പറമ്പ് കിളക്കാൻ വന്ന വ്യക്തിയുടെ അടുത്ത് ഞാൻ കുറേ ഉപദേശങ്ങൾ കൊടുത്തു, 1, 2, 3, 4, 5 എന്ന് പറഞ്ഞ ഉപദേശങ്ങൾ കൊടുത്തു എന്ന് വിചാരിക്കാം. കുറച്ച് കഴിയുമ്പോൾ അയാൾ പറയും, സാറ് എന്തൊക്കെയോ പറയുന്നുണ്ട്, എനിക്കൊന്നും മനസ്സിലാവണില്ല സാറേ, ഞാൻ പോവാന്ന് പറയും. അപ്പൊ ഈ ഉപദേശങ്ങൾ എടുക്കാവുന്ന ലെവല് കഥകൾ എടുക്കാവുന്ന ലെവലിനേക്കാൾ വളരെ കൂടുതലാണ്. പക്ഷെ സാധാരണ ഉപദേശങ്ങൾ പോലും ഒരു കുറച്ച് കൂടുതൽ കേട്ടുകഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് ചെടിക്കും. അപ്പോ എന്തുകൊണ്ട് ഈ ബൈബിള് ചിന്തിക്കുന്നവരെ തിരസ്കരിക്കുന്നു? ഈ അടുത്ത കാലത്ത് ഞാൻ കുറേ ക്രിസ്ത്യാനികളുമായിട്ട് ബന്ധപ്പെടുകയുണ്ടായി. അപ്പൊ അവര് പറഞ്ഞു, സാറ് പറയുമ്പോഴേക്കാ ബൈബിളിൽ ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് മനസ്സിലാവുന്നത്. ഞങ്ങൾ ഈ ബൈബിളൊന്നും വായിച്ചിട്ടില്ല സാറേ, ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോകും, അത് കഴിഞ്ഞ് വരും. എൻ്റെ വീട്ടില് കുറേ ക്രിസ്ത്യൻ പെൺകുട്ടികൾ സ്കൂട്ടർ വെക്കാറുണ്ട്. അവർ ഇൻഫോസിസിൽ ജോലിക്ക് പോകുമ്പോൾ പാപ്പനങ്കോട് വന്ന് എൻ്റെ വീട്ടിൽ അവരുടെ സ്കൂട്ടർ വെച്ചിട്ടാ പോവാം. അവർ ഈ വ്യാഴാഴ്ച വരുമ്പോൾ വൈകും. അപ്പൊ വ്യാഴാഴ്ച വരുമ്പോൾ വൈകുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ട്, എന്താ മോളെ വ്യാഴാഴ്ച വൈകിയത്, ഇനി മഴക്കാലല്ലേ തുടങ്ങാം? സാറേ ഞാൻ സെന്റ് ജൂഡ് പള്ളിയിൽ പോകാറുണ്ട്. അതെന്താ മോളെ സെന്റ് ജൂഡ് പള്ളിയിൽ ഞായറാഴ്ച അല്ലേ പോകണ്ടേ? സെന്റ് ജൂഡിന് വ്യാഴാഴ്ചയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, ഈ സെന്റ് ജൂഡ് എവിടെയുള്ള ആളാ? അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ സാറ്, ഞങ്ങൾക്ക് ഇതൊന്നും അറിഞ്ഞൂടാ. സാറ് പറയണ മാതിരി സെന്റ് ജൂഡ് എവിടെയുള്ള ആളാണ്, സെന്റ് സെബാസ്റ്റ്യൻ എവിടെയുള്ള ആളാണ്, സെന്റ് ജോസഫിനെ പുണ്യവാളനാക്കിയത് എന്തുകൊണ്ടാന്ന് ഞാൻ ചോദിച്ചു. യേശു ക്രിസ്തുവിന്റെ അച്ഛനല്ലല്ലോ സെന്റ് ജോസഫ്, യേശു ക്രിസ്തുവിന്റെ അമ്മയുടെ ഭർത്താവല്ലേ? ഈ അമ്മയുടെ ഭർത്താവ് എന്നുള്ള പൊസിഷനിൽ അയാളെ എന്തിനാ വിശുദ്ധനാക്കിയത്? യേശു ക്രിസ്തുവിന്റെ അമ്മ കന്യാമറിയം വിശുദ്ധിയാണെങ്കിൽ മനസ്സിലാക്കാം. പക്ഷെ അച്ഛൻ അങ്ങേരല്ല ഇയാളെ ഉണ്ടാക്കിയത്, അത് യഹോവ നേരിട്ടുണ്ടാക്കിയതല്ലേ. അപ്പൊ പിന്നെ എങ്ങനെയാ? അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ സാറ്. ഇപ്പൊ ഞാൻ നോക്കിയപ്പോ ഹിന്ദുക്കൾക്ക് ഹിന്ദു ഗ്രന്ഥങ്ങളെ കുറിച്ച് ഒന്നും അറിഞ്ഞൂടാ എന്ന് പറയുന്നതിനേക്കാൾ കോംപ്ലിക്കേറ്റഡാ ക്രിസ്ത്യാനികൾക്ക് ബൈബിളിന്റെ ABCD അറിഞ്ഞൂടാ. അച്ഛന്മാർക്ക് പോലും അറിയോ സംശയ. നിലയ്ക്കൽ പള്ളിയിൽ ഒരു ഫുൾ ഡേ അച്ഛന്മാർക്ക് ഞാൻ ക്ലാസ് എടുക്കേണ്ടായി അടുത്ത കാലത്ത്. അവരോട് ഞാനൊരു 10 ചോദ്യം ചോദിച്ചു ബൈബിളില്.
അവർ പറഞ്ഞു അങ്ങനെയൊന്നും ഞങ്ങൾ ഡീപ്പായിട്ട് ചിന്തിക്കാറില്ല, ഞങ്ങൾ ഈ ചോദ്യം ചെയ്യാതെ വിശ്വസിക്കാനാ പറയുന്നത്, ആവശ്യമില്ലാതെ ചിന്തിക്കാൻ പറയാറില്ല. ചിന്തിച്ചു കഴിഞ്ഞാൽ പലതിനും ഉത്തരം കിട്ടില്ല, അതൊക്കെ ദൈവത്തിൻ്റെ ലീലയാണ്, കളിയാണെന്ന് ഒരു ബിഷപ്പല്ല അച്ഛൻ എന്നോട് പറഞ്ഞു. ഇത് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞത് ലോകം ഒരു ഗ്രന്ഥത്തിലും മാത്രം ആധാരമാക്കി നിൽക്കില്ല. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് കൊടുക്കുന്ന കെമിസ്ട്രി പുസ്തകവും 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് കൊടുക്കുന്ന കെമിസ്ട്രി പുസ്തകവും BSc MSc PhD ചെയ്യുന്നവർക്ക് കൊടുക്കുന്ന കെമിസ്ട്രി പുസ്തകവും ഒന്നാവാൻ പറ്റുമോ? അതിനകത്തിൽ 1-2 വരികളോ 1-2 സംഭവങ്ങളോ അല്ലെങ്കിൽ റിയാക്ഷൻസോ ഒരുപോലെ ഉണ്ടാവാം. ബാക്കിയുള്ളതെല്ലാം ഇന്റലക്ച്വൽ അക്കാഡമിക് കപ്പാസിറ്റി മാറുന്നതിനനുസരിച്ച് മാറണം. അതുകൊണ്ടാണ് ഞാൻ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് 15 പോയിന്റുകൾ എന്ന് പറഞ്ഞ് ഞാനൊന്ന് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരുന്നു. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി കുറേ പേർക്ക് സംശയമുണ്ട്, ഇത്രയധികം ഗ്രന്ഥങ്ങൾ എങ്ങനെയാണ് നമ്മൾ വായിക്കുക? ഇത്രയധികം ഗ്രന്ഥങ്ങൾ നിങ്ങൾ വായിക്കണം എന്നില്ല. നിങ്ങളുടെ ഇന്റലക്ച്വൽ കപ്പാസിറ്റി കൂടുന്നതിനനുസരിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ പുരാണത്തിൽ നിന്ന് മഹാഭാരതത്തിലേക്ക് പോവാം. അവിടെ കഥകളും അനുഭവങ്ങളും സന്ദേശങ്ങളും ഉണ്ട്. അവിടെ നിന്ന് കുറച്ചും കൂടി കയറിയാൽ വാൽമീകി രാമായണത്തിലേക്ക് കയറാം. ഞാൻ നേരത്തെ പറഞ്ഞതാ, വാൽമീകി രാമായണത്തിലെത്തിയാൽ അവിടെ സന്ദേശങ്ങൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള, ജീവിതത്തെ എക്സൈറ്റിംഗ് ആക്കാനുള്ള ഉപദേശങ്ങളുണ്ട്, അനുഭവങ്ങളുണ്ട്. അതിനേക്കാൾ മുകളിലേക്കാണ് ഇപ്പൊ നാസായിലൊക്കെ വേദമന്ത്രങ്ങൾ വെക്കുന്നു എന്ന് ഞാൻ നേരിട്ട് പോയപ്പോൾ പറഞ്ഞു. കുറേ അധികം ഓപ്പറേഷൻ കഴിഞ്ഞ വ്യക്തികൾക്കും ഓപ്പറേഷൻ തിയേറ്ററിലും ഇന്റലക്ച്വലി ടയറിങ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്ന അവിടെ എല്ലാം വേദമന്ത്രങ്ങൾ വെക്കുന്നു. അപ്പൊ അർത്ഥം അറിഞ്ഞുകൂടാ, സന്ദേശം അറിഞ്ഞുകൂടെങ്കിൽ പോലും ഈ മന്ത്രം കേൾക്കുന്നതിനൊരു ന്യൂറോ ലിംഗ്വിസ്റ്റിക് എഫക്റ്റ് ഉണ്ട്. അപ്പൊ ആ ലെവലിലെത്തിയവർക്ക് വേദമന്ത്രം കേൾക്കുന്നത് നല്ലതാണ്. അതുകൊണ്ടാണ് എല്ലാവരും വേദമന്ത്രം പഠിക്കണ്ട, എല്ലാവരും കേൾക്കണം എന്നില്ല എന്ന് പറയാൻ കാരണം അതാ. ആ ലെവലിൽ എത്താതെ ചുവട്ടിലത്തെ LKG UKGയും ലോവർ പ്രൈമറി അപ്പർ പ്രൈമറി ഒന്നും പഠിക്കാതെ ഒരാൾ നേരെ കയറിയിട്ട് MBBSും MD MS പഠിച്ച് സർജനായി വിചാരിക്കാം. മദ്രാസില് ഒരു ഡോക്ടർ, 2 പേര് ഭാര്യയും ഭർത്താവും സർജനാ, 11 വയസ്സായിട്ടുള്ള മകനെ കൊണ്ട് ഒരു സിസേറിയൻ ഓപ്പറേഷൻ നടത്തിച്ചു. ഈ 3 പേരെയും ഡോക്ടർ അറസ്റ്റ് ചെയ്തു. എന്താ കാരണം? 11 വയസ്സായ ആ കുട്ടി ചെയ്ത സിസേറിയൻ ഓപ്പറേഷൻ ഫെയില്യൂർ ആയിരുന്നില്ല. അച്ഛനും അമ്മയും അടുത്തുണ്ടായിരുന്നതുകൊണ്ട് സക്സസ് ആയിരുന്നു. പക്ഷേ ആ കുട്ടി അത് ചെയ്യാൻ എക്സ്പെക്റ്റഡ് അല്ല, അതിനുള്ള ക്വാളിഫിക്കേഷനും ബാക്ക്ഗ്രൗണ്ടും ഇല്ല. അതുകൊണ്ട് അത് ചെയ്യുന്നത് ആണ് ശിക്ഷയ്ക്ക് കാരണമായത്. അപ്പൊ വേദം പഠിക്കാനുള്ള ബാക്ക്ഗ്രൗണ്ട് വരണമെങ്കിൽ അതിൻ്റെ ചുവട്ടിലത്തെ ലെവലിൽ നിന്ന് കയറി വരണം. അതുകൊണ്ട് എല്ലാവരും പഠിക്കണമെന്നില്ല, എല്ലാവരും പഠിക്കണ്ട എന്നാ പറഞ്ഞിരിക്കുന്നത്. എല്ലാവരും പഠിക്കരുതെന്നല്ല. ഈ വേദങ്ങൾ കഴിഞ്ഞാൽ അടുത്തൊരു ലെവലുണ്ട്, ഉപനിഷത്തിന്റെ ലെവല്. അത് പരമമായ സത്യമാണ്. ആ പരമമായ സത്യത്തിലേക്ക് എത്താത്തയിടത്തോളം കാലം അഹം ബ്രഹ്മാസ്മി, ഞാൻ ഈശ്വര ചൈതന്യത്തിന്റെ മാനിഫെസ്റ്റേഷൻ ആണ്. അതുകൊണ്ട് എനിക്ക് അമ്പലത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല, ഞാൻ പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല, ഞാൻ ആരാധിക്കേണ്ട ആവശ്യമില്ല, ഞാൻ പുരാണങ്ങളും ഇതിഹാസങ്ങളും ഒന്നും വായിക്കേണ്ട ആവശ്യമില്ല എന്ന് ധരിച്ച ഒരാൾ ഇരിക്കുന്നു എന്ന് വിചാരിക്കുക. അയാൾ ആ ലെവലൊന്നും എത്തിയിട്ടില്ല. ആ ലെവലെത്താതെ ആ ലെവലെത്തിയ ആളെ പോലെ പെരുമാറുകയാണെങ്കിൽ മെന്റലി അബ്നോർമലാന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് ഭാരതീയ അപ്രോച്ച് എന്ന് പറയുന്നത് ആ ലോവർ ലെവലിലുള്ളവന്റെ മനസ്സിനെ മാറ്റാൻ ലോവർ ലെവലിലുള്ള ഗ്രന്ഥങ്ങളാണ് വേണ്ടത്. ഹയർ ലെവലിലേക്ക് മനസ്സിൽ നിന്ന് വരുന്ന ചിന്തകളെ കൊണ്ടുവരാൻ ആ വ്യക്തിയുടെ ബാക്ക്ഗ്രൗണ്ട് അനുസരിച്ചിട്ടുള്ള ഗ്രന്ഥങ്ങൾ കൊടുക്കണം. അപ്പോൾ ഒരു ബൈബിള് കൊടുത്താൽ മതിയോ എന്ന് ചിന്തിച്ചു നോക്കാം, ഒരു ഖുറാൻ കൊടുത്താൽ മതിയോ എന്ന് ചിന്തിച്ചു നോക്കാം. ഈ ബൈബിളിലും ഖുറാനിലും ഉള്ളത് ഒന്നും ചിന്തിക്കാതെ ദൈവം മഴ പെയ്യിക്കില്ല എന്നങ്ങടെ അന്ധമായിട്ട് വിശ്വസിച്ചാൽ, തിരുവനന്തപുരത്ത് കിഴക്കേ കോട്ടയിൽ അള്ളാഹു മനുഷ്യനെ ശിക്ഷിക്കുന്നത് എങ്ങനെയാണെന്ന് ഫ്ലക്സിൽ എഴുതി വെച്ചിട്ടുണ്ട്. മഴ പെയ്യിപ്പിക്കില്ല, മഴ പെയ്താൽ തന്നെ കഠിനമായ മഴ പെയ്യിപ്പിക്കും, വരൾച്ച ഉണ്ടാക്കും, രോഗങ്ങൾ ഉണ്ടാക്കും എന്നെല്ലാം പറഞ്ഞ് അള്ളാഹുവിൻ്റെ ആ
മഹനീയത വിവരിക്കുകയാണ് ഫ്ലക്സിൽ ചെയ്തിരിക്കുന്നത്. അത് അന്ധമായിട്ട് വിശ്വസിക്കുന്ന ആളാണെങ്കിൽ അയാൾക്ക് ഇതിൻ്റെ റാഷണൽ തിങ്കിങ് ഒന്നും നോക്കണ്ട, അതിൻ്റെ പുറകിലുള്ള സയൻസ് നോക്കണ്ട, അതിൻ്റെ പുറകിലുള്ള ലോജിക്ക് നോക്കണ്ട, അതിൻ്റെ പുറകിലുള്ള റാഷണൽ തിങ്കിങ് നോക്കണ്ട. അള്ളാഹു ഇന്ന് മഴ പെയ്യാതിരിക്കാൻ കാരണം എന്താ? അള്ളാഹു പെയ്യിച്ചില്ല. എന്താ ഇത്രയും പേർക്ക് രോഗം ഉണ്ടാവാൻ കാരണം? അള്ളാഹു രോഗം ഉണ്ടാക്കിയതാ. എന്തുകൊണ്ടാ ഒരാള് ഉപമുഖ്യമന്ത്രി പദം കിട്ടിയില്ലെങ്കിൽ അയാള് പാർട്ടിയിൽ നിന്ന് രാജിവെക്കുന്നു പറഞ്ഞത്? അത് അള്ളാഹു അയാൾക്ക് തോന്നിച്ചതാ. എന്തുകൊണ്ടാ മറ്റുള്ളവരെ ഈ മന്ത്രിയെ എതിർക്കുന്നത്? അള്ളാഹു തോന്നിച്ചതാ. എന്തുകൊണ്ടാ ഒരാൾ കേരളത്തിലെ ആ അറ്റത്ത് നിന്ന് ഈ അറ്റം വരെ യാത്ര നടത്തിയതിനു ശേഷം അടിമുടി അവസാനം അത് കൊളാക്കിയത്? അത് യഹോവ തോന്നിച്ചതാ, അല്ലെങ്കിൽ മഹാവിഷ്ണു തോന്നിച്ചതാ. എല്ലാത്തിനും ഇവരുടെ പുറത്തിട്ടാ മതി. എന്തുകൊണ്ടാ ഇത്രയും അഴിമതി ഭാരതത്തിൽ ഉണ്ടാവുന്നത്? മഹാവിഷ്ണു ഉണ്ടാക്കിയതാ, യഹോവ ഉണ്ടാക്കിയതാ, അള്ളാഹു ഉണ്ടാക്കിയതാ. എന്തുകൊണ്ടാ കൽക്കരി പാടം ലേലം പിടിച്ചാൽ ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത്? അത് ദൈവം ഉണ്ടാക്കിയതാ. എല്ലാത്തിനും ഉത്തരായി. ഏത് പ്രോബ്ലം ഉണ്ടെങ്കിലും എന്തുകൊണ്ടാണ് 2 ട്രെയിൻ തമ്മിൽ ഇടിച്ചത്? അത് അള്ളാഹുവോ യഹോവയോ മഹാവിഷ്ണുവോ ഇടിപ്പിച്ചതാ. എന്തുകൊണ്ടാ അശോക എംപറർ വിമാനം കടലിലേക്ക് പോയത്? അത് ദൈവം കടലിലേക്ക് ആക്കിയതാ. അവിടെ പിന്നെ എൻക്വയറിയുടെ ആവശ്യമില്ല. TP എന്തുകൊണ്ടാ ഒഞ്ചിയത്ത് കൊന്നത്? അത് ദൈവം കൊന്നതാ, ദൈവം കൊല്ലിച്ചതാ. അപ്പൊ അമ്പലത്തിലെ വിഗ്രഹം മോഷണം പോയാൽ അതിനെന്താ ഉത്തരം? പൊൻകുരിശ് മോഷണം പോയാൽ പള്ളിയിൽ നിന്ന് പിന്നെ ഒന്നും മോഷണം പോവില്ല, അതിനകത്ത് ആരുമില്ല. മുസ്ലിം പള്ളിയിൽ നിന്ന് ഒന്നും മോഷണം പോവില്ല, കാരണം അതിനകത്ത് ആ കക്കാൻ ഭാഗത്തിനൊന്നുമില്ല. അവിടെ വരുന്ന ആൾക്കാരുടെ വീട്ടിലേ ഉള്ളൂ. അപ്പൊ അവിടെ പള്ളിയിൽ നിന്ന് പൊൻകുരിശ് പോയാലും അമ്പലത്തിൽ നിന്ന് വിഗ്രഹം പോയാലും അത് ദൈവം കൊണ്ടുപോയതാണ്. ദൈവം ഒരാളെ, ഒരു കള്ളനെ വിട്ട് എടുത്തതാണ്. അതുകൊണ്ട് എൻക്വയറി ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അപ്പൊ വ്യാവഹാരിക ലോകത്തില് നടക്കുന്ന കാര്യങ്ങൾക്ക് ഉത്തരമെല്ലാം അള്ളാഹുവിനും യഹോവയ്ക്കും മഹാവിഷ്ണുവിനും കൊടുത്താല് ആ നാട് മുടിയാൻ വേറെ ഒന്നും വേണ്ട. ആ നാട് മുടിയാൻ വേറെ ഒന്നും വേണ്ട. നിങ്ങൾ സൗദി അറേബ്യയിലാണെങ്കിലും അവിടെ എത്രയോ പേരെ ബോംബ് വെച്ച് കൊല്ലുന്നുണ്ട്, പാകിസ്ഥാനിലും കൊല്ലുന്നുണ്ട്. അതൊക്കെ അള്ളാഹു ചെയ്യിക്കുകയാണെന്ന് പറഞ്ഞാൽ പിന്നെ പോലീസിന്റെ ആവശ്യമുണ്ടോ? 2 വണ്ടി തമ്മിൽ കൂട്ടിയിടിച്ചത് അള്ളാഹുവിൻ്റെ ആണോ യഹോവയുടെ ആണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡ്രൈവർക്ക് സുഖമായിട്ട് രക്ഷപ്പെട്ടു വരാം. അപ്പൊ അതല്ല, ആ രീതിയിൽ എല്ലാം ദൈവത്തിൽ അർപ്പിച്ച് ജീവിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് അബദ്ധ. ആര് ചെയ്താലും അബദ്ധ. ഇന്റലക്ച്വലി കപ്പാസിറ്റി വർദ്ധിക്കുന്നതിനനുസരിച്ച് കൊടുക്കേണ്ട സന്ദേശങ്ങൾ കൊടുത്ത്, കൊടുക്കേണ്ട അനുഭവങ്ങൾ പറഞ്ഞു കൊടുത്ത്, കൊടുക്കേണ്ട കഥകൾ കൊടുത്ത് മനസ്സിൻ്റെ ലെവൽ ഉയർത്തി, ആ മനസ്സിൽ നിന്ന് വരുന്ന ചിന്തകളുടെ ലെവൽ ഉയർത്തി, ചിന്തകളുടെ അടിസ്ഥാനത്തിലുള്ള ആ വ്യക്തിയുടെ കർമ്മത്തിൻ്റെ സ്റ്റാൻഡേർഡ് ഉയർത്തി, ഓട്ടോമാറ്റിക്കലി കർമ്മബലത്തിൻ്റെ സ്റ്റാൻഡേർഡ് ഉയർന്ന് കർമ്മത്തിൻ്റെ പ്രതിഫലത്തിൻ്റെ സ്റ്റാൻഡേർഡ് ഉയർന്നാൽ എന്താ സംഭവിക്കുക? നരകത്തെ സ്വർഗമാക്കാൻ സാധിക്കും, പാപത്തെ പുണ്യമാക്കാൻ സാധിക്കും, പാപകർമ്മത്തെ പുണ്യകർമ്മമാക്കാൻ സാധിക്കും, ദുഷ്ചിന്തകളെ സച്ചിന്തകളാക്കാൻ സാധിക്കും, ദുർമനസ്സിനെ സന്മനസ്സാക്കാൻ സാധിക്കും. അപ്പൊ എല്ലാവരുടെയും മനസ്സ് നന്നായി വിചാരിക്കാം, എല്ലാവരുടെയും ചിന്തകളും നന്നായി വിചാരിക്കാം, എല്ലാവരുടെയും കർമ്മങ്ങളും നന്നായി വിചാരിക്കാം. അങ്ങനെയുള്ള ചില സ്ഥലമുണ്ട്. നിങ്ങൾ ലക്ഷദ്വീപിൽ പോയാൽ പണ്ട് ഒരു ഹിന്ദു രാജാവ് നിഷ്കളങ്കമായി ഭരിച്ചിരുന്ന ആ ലക്ഷദ്വീപിനെ ഒരു അറേബ്യയിൽ നിന്ന് ലങ്കയിലേക്ക് വരുന്ന ഒരു മുസ്ലിം പണ്ഡിതനാണ് ഈ ഹിന്ദുക്കളെയൊക്കെ മുസ്ലിങ്ങളാക്കി മാറ്റിയത് ഈ ലക്ഷദ്വീപില്. ആ ലക്ഷദ്വീപിൽ നിങ്ങൾ പോയാൽ കാണാൻ സാധിക്കും, അവിടെ കള്ളത്തരയില്ല, അധർമ്മയില്ല, അനീതിയില്ല, അന്യായമില്ല, അസത്യമില്ല, നിഷ്കളങ്കരായ മനുഷ്യരാണ്. ഞാനവിടെ പോയിട്ടുണ്ട്. നിഷ്കളങ്കരെന്ന് പറഞ്ഞാൽ ഇത്രയും നല്ലൊരു മനുഷ്യരെ കാണാൻ സാധിക്കില്ല. ഏതാണ്ട് അതും സയൻസും കൂടി ചേർന്നതാ ജപ്പാൻ. ഇവിടെ കള്ളത്തരയില്ല, അധർമ്മയില്ല, അനീതിയില്ല. അവരുടെ മനസ്സ് നന്മകൾ മാത്രമുള്ള മനസ്സാണ്. അതുകൊണ്ട് ചിന്തകള് നന്മകൾ മാത്രമുള്ള ചിന്തകളാണ്. അതുകൊണ്ട് അവിടെയുള്ളവരുടെ പ്രവൃത്തി നന്മകൾ മാത്രമുള്ള പ്രവൃത്തിയാണ്. അപ്പോൾ പ്രവൃത്തിയുടെ ഫലം നന്മയാണ്. അതുകൊണ്ടാണ് ജപ്പാൻ ഉദയസൂര്യന്റെ നാട്. ഇത് തന്നെയാണ് സ്വിറ്റ്സർലൻഡിൽ പട്ടാളക്കാരില്ല, പോലീസുകാർ വളരെ കുറവാണ്. മൊറീഷ്യസിലെ രാജാവ് പ്രധാനമന്ത്രി മാർക്കറ്റിലേക്ക് തന്നെത്താനെ നടന്നാ പോവാ. ഇതുമാതിരി കള്ളന്മാരുടെയും മന്ത്രിമാരുടെയും പുറകിലും മുമ്പിലും പോലീസ് ഉണ്ടെന്ന് പറഞ്ഞ മാതിരിയാ.
അവിടെ പോലീസ് മന്ത്രിമാരുടെ മുമ്പിലും പുറകിലും ഇല്ല, തന്നെത്താനെ നടന്നു പോവാം. കാരണം മനുഷ്യരുടെ ലെവല് വ്യത്യാസമുണ്ട്. മനസ്സിൻ്റെ ലെവല്, ചിന്തകളുടെ ലെവല്, കർമ്മത്തിൻ്റെ ലെവല് വ്യത്യാസം വന്നാൽ പിന്നെ ഇതുമാതിരിയുള്ള ഗ്രന്ഥങ്ങൾ ആ നന്മകളെ നിലനിർത്താൻ മതി, നിലനിർത്താൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിച്ചാൽ മതി. ഒരിക്കലും പുതിയതായിട്ട് അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ട. അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞത്, ഒരു പുസ്തകം കൊണ്ട് എല്ലാ തട്ടിലുള്ള ജനങ്ങളുടെയും മനസ്സിൽ മാറ്റം വരുത്താൻ സാധിക്കുമെന്ന് പറയുന്നത് ലോകത്തിലെ പമ്പര വിഡിത്താണ്. പല ലെവലിലുള്ളവർക്ക് പല ലെവലിലുള്ള ഗ്രന്ഥങ്ങൾ, സന്ദേശങ്ങൾ, അനുഭവങ്ങൾ, കഥകളാണ് കൊടുക്കേണ്ടത്. ഏതുപോലെ പല ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പല ലെവലിലുള്ള പുസ്തകങ്ങൾ ഉയരുന്തോറും പുസ്തകങ്ങളുടെ നോളജിൻ്റെ ലെവലും ഉയർന്നുകൊണ്ടിരിക്കണം. ഇതാണ് ഹിന്ദു ധർമ്മവും മറ്റു മതങ്ങളും തമ്മിലുള്ള വ്യത്യാസം. ഒരു പുസ്തകം, ഒരു ദൈവം, ഒരു പുണ്യസ്ഥലം, ഒരു ചിന്ത എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ വളരെ വലിയ അബദ്ധം. കാരണം ഒരേ മനുഷ്യരല്ല. ഇൻ്റലക്ച്വലി, റാഷണലി, ലോജിക്കലി, സയൻറ്റിഫിക്കലി ജനങ്ങൾക്ക് വ്യത്യാസമുള്ളത് കൊണ്ട് ഈ വ്യത്യാസം ആവശ്യമാണ്. അതുകൊണ്ട് ഭാരതീയ അപ്രോച്ച്, വിവിധ ഗ്രന്ഥങ്ങൾ, അനവധി ആചാരങ്ങൾ, വിചാരങ്ങൾ, വിശ്വാസങ്ങൾ, സങ്കല്പങ്ങൾ, സന്ദേശങ്ങൾ, ഗ്രന്ഥങ്ങൾ, അനുഭവങ്ങൾ വേണ്ടി വരുന്നത് മനുഷ്യൻ്റെ ഇൻ്റലക്ച്വൽ ലെവല് വ്യത്യാസപ്പെടുന്നതനുസരിച്ചാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രണാമം, നമസ്കാരം.